ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വിജയകുമാറിനെ SIT അറസ്റ്റ് ചെയ്തു. SIT കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം വരുന്ന വാർത്ത, വിജയകുമാർ അറസ്റ്റ് കഴിഞ്ഞപ്പം കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തെന്നല്ല അഡ്വക്കേറ്റ് വിനീത് കുമാർ, അദ്ദേഹത്തിൻ്റെ വക്കീൽ, പറയുന്നത്. വിജയകുമാർ SIT SP മുമ്പിൽ തിരുവനന്തപുരത്ത് പോയി കീഴടങ്ങുകയായിരുന്നു എന്നാണ് വരുന്നത്. അതേസമയത്ത് ശങ്കർദാസ് കോടതിയിലെ ജാമ്യത്തിന് മൂവ് ചെയ്തു എന്ന വാർത്തയും വരുന്നുണ്ട്. ആ പഞ്ചലോകം 3 എണ്ണം 4 എണ്ണമൊക്കെ വാങ്ങിച്ചു എന്ന് വിദേശ മലയാളി വ്യവസായി പറയുന്ന ആ സംഭവത്തോടനുബന്ധിച്ച് ദിണ്ടിക്കലുള്ള D മണി എന്നയാളെ SIT ചോദ്യം ചെയ്തിരുന്നു. D മണി എന്ന സുബ്രഹ്മണ്യത്തിൻ്റെ ഇടപാടുകളെല്ലാം പോലീസ് പരിശോധിച്ചു. അദ്ദേഹത്തിൻ്റെ മൊഴിയിലെ അവിശ്വാസം രേഖപ്പെടുത്തി. അതുകൊണ്ടൊരു നോട്ടീസ് കൊടുത്തു, നാളെ തിരുവനന്തപുരത്ത് SIT ഓഫീസിൽ ഹാജരാകാൻ. 3 പഞ്ചലോകം വിഗ്രഹം ഇയാൾ വിറ്റു എന്നാണ് പറയുന്നത് ശബരിമലയിൽ. നേരത്തെ വന്ന വാർത്ത 4 പഞ്ചലോകം വിറ്റു എന്നാണ് വന്നത്. മണിയുടെ ഇടനിലക്കാരനായ ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്യാനായിട്ട് SIT നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും SITയുടെ നീക്കം സുപ്രധാനമായ നീക്കം തന്നെയാണ്. കാരണം പത്മകുമാറിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ദേവസ്വം ബോർഡ് മെമ്പർമാരായിരുന്ന 2 പേര് വലിയ സ്വാധീനമുള്ളവരാണ്, ശങ്കർദാസും അതുപോലെ തന്നെ വിജയകുമാറും. അതുകൊണ്ട് അറസ്റ്റ് നീണ്ടു, രാഷ്ട്രീയപരമായി നീണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ഏതായാലും വിജയകുമാർ ഇപ്പോഴേ SITയുടെ മുമ്പിൽ ഹാജരായി. ഒരു സറണ്ടർ തന്നെയായിരുന്നു. ഏതായാലും അറസ്റ്റ് ഉണ്ടാവും എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ വക്കീൽ വിനീത് കുമാറാണ് അദ്ദേഹത്തിനെ SIT ഓഫീസിൽ കൊണ്ട് ഹാജരാക്കിയത്, അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. ഏതായാലും അടുത്ത മാസം 14 ദിവസത്തേന് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് ഹാജരാക്കിയത്. ഏതായാലും ജാമ്യത്തിനൊപ്പം തന്നെ മൂവ് ചെയ്തുകൊണ്ട് മറ്റന്നാൾ 31-ാം തീയതി ജാമ്യം അപേക്ഷ വിജിലൻസ് കോടതി കേൾക്കും. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് അപ്പോൾ അറിയാം. എന്തായാലും വിജയകുമാറിനെ SITയുടെ കസ്റ്റഡി കൊടുക്കാതിരിക്കാൻ കഴിയില്ല, അത് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഗൂഢാലോചനയെ വിജയകുമാറിനും പങ്കുണ്ട് എന്നാണ് SIT പറയുന്നത്. അതുകൊണ്ട് വിജയകുമാറിനെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ ആ പത്മകുമാറിനെ ആയിട്ട് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. ശങ്കർദാസിനെയും അതിനോടൊപ്പം ചോദ്യം ചെയ്യേണ്ട ആവശ്യം SITക്കുണ്ട്. അതായത് സുപ്രധാനമായ നീക്കം തന്നെയാണ് ഇവർ നടത്തിയത്. എങ്ങനെ വന്നാലും ശരി, അന്വേഷണം ഹൈക്കോടതിയുടെ ചടുല നീക്കം കൊണ്ട് തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് നമ്മൾ SIT അതിനകത്ത് അല്പം അമാന്തം കാണിച്ചു എന്നൊക്കെ വാർത്ത വന്നതിൽ അതിനകത്ത് കഴമ്പില്ല. കാരണം ഇവർ രണ്ടുപേരും വലിയ സ്വാധീനമുള്ളവരൊക്കെ തന്നെയാണ്. എങ്കിൽ തന്നെയും അവരെ അറസ്റ്റ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ഇവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത കടമ്പയിലേക്ക് കടക്കാനൊക്കെ ഉള്ളൂ. അതിനകത്ത് ദേവസ്വത്തിൻ്റെ ഉന്നത പോസ്റ്റിലിരുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഏതായാലും 3-4 പേരുടെ അറസ്റ്റോടുകൂടി ഈ അറസ്റ്റിൻ്റെ ഏകദേശം ആ കർമ്മം അങ്ങ് തീരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ദേവസ്വം ബോർഡിൽ നിന്ന് കടത്തിയ പഞ്ചലോഹ വിഗ്രഹം, അതുതന്നെയല്ല ദാരുപാലക ശില്പവും അതുപോലെയുള്ള കട്ടിലപ്പടിയിലും അവിടെ നിന്നൊക്കെ കടത്തിയ സാധനങ്ങൾ കണ്ടെത്തണം. അതൊക്കെ വിദേശത്ത് പോയെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് ഏതായാലും വലിയ കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് ഈ അന്വേഷണം എത്രയും പെട്ടെന്ന് തീർക്കുക, അറസ്റ്റ് ചെയ്യാനുള്ളവരെ അറസ്റ്റ് ചെയ്ത് തീർക്കുകയാണ് SITയുടെ ചുമതല.